ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരി. ഇവിടെ നമ്മൾ റിസോർട്ടിൻ്റെ പേരെന്തിനൊക്കെ നമ്മൾ തേജസ് റിസോർട്ടിലാണ്. ബത്തേരി തന്നെയാണ് ലൊക്കേഷൻ വരുന്നത്. ഇത് രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. ഇവിടെ കേരളത്തിന് നിറഞ്ഞ് തൊഴുമ്പോൾ എന്നൊക്കെ പറയുന്നത് ആ ഒരു ലെവലിലുള്ള റിസോർട്ടാണ്. എനിക്ക് ഇവിടെ തന്നെ ഞാൻ എന്ന് നീക്കണിക്കാരൻ നേരത്തെ നീക്കണം. വയനാട് എത്തിയിട്ട് രാവിലെ നീക്കൽ കുറവാണ്. പക്ഷെ ഞാൻ നേരത്തെ നീറ്റിക്കണം ഇവിടുത്തെ വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ല. കുറേ ഉണ്ട് കാണാൻ. ഞാൻ മുഴുവൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചെടുക്കണം. ഇതൊക്കെ ചില അത്രയും ഭംഗിയുണ്ട്. ഇങ്ങനെയുള്ള ഒരു ആംബിയൻസിൽ താമസിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അവർക്കൊക്കെ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സംഭവം. പക്ഷെ നമ്മളടുത്ത് കോസ്റ്റ്യൂം ഇല്ല. അതെനിക്ക് സങ്കടം. എനിക്ക് വല്ല ധാവണിയും സാരിയും ഒക്കെ എടുത്തിട്ട് വരണ്ടേ നിങ്ങള് ലൈക്കുള്ളായതുകൊണ്ട് അതൊന്നും ഇല്ല. അതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. എനിക്കൊരു സാരിയൊക്കെ എടുത്തിട്ട് ഇതിനെ കൂടെ അടിപൊളി ഒരു റീലൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഫുള്ള് ഈ ഒരു ട്രാക്ക് സൂട്ടും ജേഴ്സി ടൈപ്പ് ഡ്രസ്സ് മാത്രമേ നമ്മളെടുത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് എനിക്ക്. ഇവിടെ എടുത്താൽ പല വീടുണ്ടാവും. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് എന്താ ഷോ എങ്ങനെയുണ്ട് നമ്മളെ റിസോർട്ട്? ഞാൻ പറയുന്നില്ല. അല്ല ഇത് ഇങ്ങോട്ട് തിരിഞ്ഞാലും ആംബിയൻസ് ആണെന്ന് പറയുന്നത് സംഭവം. ഇവിടെ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അതിനകത്താണ് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഓരോ സെക്ഷനും ഓരോ പേരാട്ടാ. ഇത് നാലുകെട്ട്, അത് കോവിലകത്ത് നമ്മളെവിടെ കിടന്നിറങ്ങിയേക്ക കോവിലകത്തല്ലേ. ഇത് നാലുകെട്ട്. ഇതിനകത്ത് നമുക്ക് എൻട്രി ചെയ്യാം. പിന്നെ ഒരുപാടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കോവിലകം. ഇവിടെ നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ റെസ്റ്റോറൻ്റ് രുചിയുടെ നടന്നിട്ട് മാത്രമല്ല, പിന്നെ കൂടെ എന്താ സദ്ഗ്രഹം, ഒരുപാട് സദ്ഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ അവിടുത്തെ പൂള് ഇവിടെ വരുന്നത്. പൂളിന് ഇവിടുത്തെ നീർത്തടം ചെത്തിയതോ. ഇത് അവിടുത്തെ സെക്ഷനുകളാണ്. മാളികപ്പുര, പത്തായപ്പുര, മാളികപ്പുര, ഇല്ലം, നാലുകെട്ട്. പിന്നെ അവിടെ ഉണ്ട് എന്താ അവിടെയൊക്കെ ഭയങ്കര ആംബിയൻസ്. ഞാൻ ഇന്നലെ രാത്രി അവിടെയൊക്കെ പോയിരുന്നു. സ്വിമ്മിംഗ് പൂളും ഒരു രക്ഷയില്ല. പക്ഷെ ഇന്നലെ ഇപ്പോൾ വല്ലാണ്ട് നീരാടാൻ പറ്റിയില്ല. നല്ല തണുപ്പാണ്. ഇന്ന് കുറച്ചൊരു വെയിലൊക്കെ ആവട്ടെ, എന്നിട്ട് വേണം അതിൽ പോവാൻ. ഓ എന്തേടാ? അതില് ഇത് ഓണാക്കിനു ഫിൽറ്റർ. അതൊക്കെ ഒരാള് ആംബിയൻസ് പിടിച്ചെടുക്കണ ആളിത് അതിങ്ങനെ നടക്കുന്നു. ആംബിയൻസ് പിടിച്ചെടുക്കണ ആളിതാ ഫുൾ ഓൺ പവർ ഓൺ മൂഡ്. എന്താണ് എങ്ങനെയുണ്ട്? ഓര് വേറെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാലോ. നീർത്തടം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്തെങ്കിലും കാട്ടിക്കോ. മറ്റോ പറയണമാതിരി മഞ്ഞ നിറം, ആരും പറയണമാതിരി മഞ്ഞ നിറം, സൂര്യൻ കണ്ടേ. എല്ലാരും അല്ല കുഴപ്പമില്ല. പൊക്കളൂ നമുക്ക് ചോദിക്കാറേ, ഞാനും പോവായിരുന്നു.
ഇവിടുത്തെ ചായക്കും കോഫിക്കൊക്കെ പ്രത്യേകതകളുണ്ട്. അതായത് ഒരു കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ടീയാണ്, സ്പെഷ്യൽ ഐറ്റം. നമ്മൾ ഇന്നലെ രാത്രി ഞാനൊന്നും അല്ലാണ്ട് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായില്ല. നമ്മളിന്ന് ഒരു ഏകദേശം 9-10 മണിയൊക്കെ കഴിക്കണം. അപ്പോൾ കുറച്ചൊക്കെ വെയിൽ വന്നിരിക്കണം. അപ്പോൾ ഇനി വെള്ളത്തിന് വലിയ തണുപ്പുണ്ടാവില്ല വിചാരിക്കണം. അപ്പോൾ നമ്മൾ പൂളൊന്ന് ആസ്വദിക്കാൻ പോവാണ്. ഇനി ഇത് കഴിഞ്ഞൊരു 11-12 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് വല്ല ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. പക്ഷേ ഈ ഒരു ആംബിയൻസിൽ പൂളിൽ ഇറങ്ങാതെ ഞാൻ എങ്ങനെ പോവാം? എനിക്കാണെങ്കിൽ തണുപ്പ് തയ്ക്കാനും വയ്യാന്ന് ഇറങ്ങും വേണം. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ചെറിയൊരു തണുപ്പില്ലേ, നല്ല സുഖ. ആരിനെന്ത് ഇറങ്ങണ്ടേ? വേണ്ട. പാക്കിങ്ങും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഏകദേശം ഉച്ച സമയമായി. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കണം. ബത്തേരിയിൽ തന്നെ ഇന്നത്തെ സ്റ്റേയും. നമ്മളിവിടെ റിസോർട്ടിൽ നിന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. എന്നാലും അടിപൊളി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റേ തന്നെയാണ്, ഒന്നും പറയാനല്ല. ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയ്ക്കണം. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേറെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അവിടെ പോകും. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും കുറേ വർക്കുകൾ പെൻഡിങ് ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നാളെ ബത്തേരിയിൽ നിന്ന് പോകണം. ഇന്നും കൂടി ബത്തേരിയിലുണ്ടാവും. നമുക്ക് കുറച്ച് രുദ്രാക്ഷമൊക്കെ ഒരു സെറ്റാക്കി തന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ. ഇത് നമുക്ക് സൈക്കിളുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ചോദിച്ചില്ല. നമ്മൾ ഈ ഒരു അടിപൊളി ആംബിയൻസ് ഇട്ട് പോവാണ്. നമ്മള് ഏറെക്കുറെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുന്ന് ലൊക്കേഷനിൽ നിന്ന് പോകാൻ പോവാണ്. എന്തായാലും ഭയങ്കര സന്തോഷം, നല്ലൊരു അടിപൊളി സ്റ്റേ തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷനിൽ പോവാം. ഞാൻ ബത്തേരി തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മൾ എടക്കൽ ഗുഹ പോകണം വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നോക്കട്ടെ, നെക്സ്റ്റ് എവിടെയെങ്കിലും ഇവിടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പോകണം. ഇതായിരുന്നു നമ്മളെ സ്റ്റേ. എവിടെ പോകാം? പുറത്ത് നല്ല ആംബിയൻസ് ആണല്ലൊക്കെ. നമ്മൾ ആ റൂമിൽ നോക്കുമ്പോഴാണ് ആ ഒരു വ്യൂ കിട്ടുന്നത്. നാളെ വിട്ടാലോ? പോലെ നേരെ പോലെ ആര് പിടിച്ചിട്ടില്ലേ? നമ്മളുള്ളത് സുൽത്താൻ ബത്തേരി മിൻറ്റ് ഫ്ലോർ റൂംസിൻ്റെ പേര്. ഇന്നത്തെ സ്റ്റേ അവിടെയാണ്. പിന്നെ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഇനി പരിപാടിയൊന്നുമില്ല അല്ലേ. നമ്മൾ ഇടയ്ക്കൽ പോകണം വിചാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പം ഇന്നിപ്പോൾ ഇവിടെ റൂമെടുത്തുനിന്ന് ഫുള്ള് റെസ്റ്റ് ചെയ്യും. നാളെ എനിക്ക് കുറേ റൈഡ് ചെയ്ത് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മളെ സ്റ്റേ എന്ന് പറയുന്നത് മിൻറ്റ് ഫ്ലോറത്തെ റിസപ്ഷനാണ്. ഹലോ ഹലോ, ഹായ്, ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി. പേര്? അബിൻ. സ്ഥലം? മൂന്നാനക്കുഴി ആണല്ലേ. ഓക്കെ. മിൻറ്റ് ഫ്ലവർ ബാക്കി നിങ്ങളെ നമ്മൾ മിൻറ്റ് ഫ്ലവർ റെസ്റ്റോറൻറ്റിൽ എത്തിയത്. അവിടെ തന്നെ റൂമിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തത്. പക്ഷെ എന്താ ഓർഡർ ചെയ്തിട്ടുണ്ട്? ഞാൻ ഫ്രൈഡ് റൈസ്, ബിരിയാണി അല്ലേ. അത് വെയിറ്റ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്ക് ഇവിടുത്തെ ഒരു അടിപൊളി അല്ലേ. നല്ലൊരു ആംബിയൻസ്. ഈ ഫോട്ടോ വെച്ചത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കുട്ടി ആദ്യം ഭക്ഷണം കഴിക്കുന്നത് അമ്മൻ്റെ ഒക്കെ തിരുന്നിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഒരാ ഫോട്ടോ വെച്ചിരുന്നത് കേട്ടോ. മീറ്റ് ചെയ്യാൻ വന്നത്. താങ്ക് യു. വീട് കടത്തുണ്ട്.
അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കാം. വലിയ റൂമല്ലേ, നല്ല ആംബിയൻസ്, വളരെ നല്ല അടിപൊളി ബാൽക്കണി വരുന്നുണ്ട്. റൂമിൽ ഫോട്ടോ എടുത്താണെങ്കിൽ ഡിസൈൻ കേട്ടോ. ബാൽക്കണി ഉണ്ടല്ലേ. ബേബി ഫോൺ ചെയ്താ ഹലോ പറഞ്ഞ. സുഖമാണോ? ഫുഡ് കഴിച്ചോ ചോദിച്ചോക്ക. ടി വി വേണോ? നമുക്ക് കാക്കുവിന്റെ അടുത്ത് പറയട്ടോ. അടിപൊളി സ്റ്റേ. അവിടെ റൂമിലെത്തി കഴിഞ്ഞാൽ അവിടെ വയനാട്ടിലുള്ള വൈത്തിരിയിലുള്ള അൾട്രാ പാർക്കിൽ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൈക്കിൾ വെച്ചിട്ട് അങ്ങോട്ട് പോകാന്നുള്ളത് നമുക്ക് ടാസ്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ പോകണില്ല വിചാരിച്ചിരുന്നു. പിന്നെ അവിടെ പാർക്കിൽ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് സൈക്കിൾ വെച്ച് പോകൽ ടാസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിൽ പോയി അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് അവിടുത്തെ VIP കൺസിഡറേഷനൊക്കെ തന്ന് നമുക്ക് അങ്ങനെ ഒരുപാട് റൈഡുകളിലൊക്കെ കയറാനൊക്കെ പറ്റി. ആര്യനുമാണെങ്കിലും കാഹിലാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവിടെ എത്തിയപ്പോൾ. നമ്മൾ കുറച്ച് ഈവനിങ് ആയി അവിടെ എത്തിയപ്പോൾ. നമ്മൾ പോകണില്ല വിചാരിച്ചതിനെ കൊണ്ട് നമ്മളവിടെ റൂമിൽ നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാൻ വിചാരിച്ചതിനെ കൊണ്ട് ഇതൊക്കെ എനിക്ക് ലൈഫിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മളവിടെ എത്തിയത് കുറച്ച് ഈവനിങ് ആയിപ്പോയി. അല്ലെങ്കിൽ ഒരുപാട് റൈഡുകൾ അവിടെ വരുന്നുണ്ട്, ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാനുണ്ട്. നമുക്ക് വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കും ഒരുപാട് ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡുകൾ വരുന്നുണ്ട്. ഇതെനിക്ക് എന്തായാലും ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനിങ്ങനെ ബാലിയിലൊക്കെ പോയിട്ട് കുറേ ആൾക്കാരിങ്ങനെ വീഡിയോസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് ഈ ഒരു ട്രിപ്പിൽ സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ലേ കേട്ടോ. വെച്ചാൽ എന്തായാലും ഇത് ബാലിയിൽ പോകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളതിന് നമ്മളെ ഈ ഒരു ഓൾ കേരള സൈക്കിൾ റൈഡിൻ്റെ ഭാഗമായിട്ട് വയനാട് എത്തിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് കാര്യമാണ്. എന്തായാലും ഭയങ്കര വെറുത്തായി നമുക്ക് അവിടെ പോയത്. നമ്മൾ ആദ്യം അവിടെ പോകണില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് പോയിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിന്. ആര്യനാണെങ്കിലും കാഹിലാണെങ്കിലും ഞാനും ഇക്ക ഒന്നിലും കയറാണ്ട് മാറി നിൽക്കേനി. ഇക്ക വരെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയി. കാഹിലൊക്കെ എല്ലാ റൈഡിലും കയറണം. അവന് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നുമില്ല എല്ലാത്തിനും. ഇത് എനിക്ക് അവനെ പറഞ്ഞേക്കാൻ പേടിയാണ്, അവന് ചെറുതായതുകൊണ്ട്. പക്ഷെ ഓന് പോകണം തന്നെ ഭയങ്കര വാശിയാണ്. അങ്ങനെ ഓൻ ആ റൈഡിലൊക്കെ ഏകദേശം ഞങ്ങളെല്ലാവരും ഒരുവിധം എല്ലാ റൈഡിലും കയറി. പിന്നെ നമുക്ക് ഈ ടൈം ആയതുകൊണ്ട് ചിലതൊക്കെ ഏകദേശം ഈവനിങ് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോർണിംഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ആവോളം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ കാഹിലിനാണെങ്കിലും അതേപോലെ തന്നെ ആര്യന് ചെറിയ കുട്ടികൾക്ക് വരെ ഒരുപാട് ഗെയിമും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് അവിടെ ഉണ്ട്. അതേപോലെ മെയിൻലി കുട്ടികൾക്കാണ് ഒന്നും കൂടി. നമുക്ക് വയനാട് പൊതുവേ നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വയനാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. പക്ഷേ ഇങ്ങനൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉള്ളത് കുട്ടികൾക്ക് വയനാട് വന്നു കഴിഞ്ഞാൽ കോമൺലി നമുക്ക് വലിയവർക്കാണ് ഒന്നും കൂടി അവിടുത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇത് നമ്മൾക്ക് വയനാട് നമ്മൾ താമരശ്ശേരി ചുരം കയറി വരുന്ന അവിടെ തന്നെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഫാമിലി ആയിട്ട് 3 പേർക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നതൊരു ഇതേനു ഊഞ്ഞാലാടണം. ഇത് ഭയങ്കര രസമായി. ഇത് അത്രക്ക് ടാസ്ക് ഇല്ല. അതൊന്നും കൂടി ഈസിയാണ്. നമ്മൾ 3 ആൾ ഒരുമിച്ച് ആകുമ്പോൾ അത്രക്ക് പേടി ഉണ്ടാവില്ല. മറ്റേത് എനിക്ക് കുറച്ച് പേടിയാണ്, ഭയങ്കര ഹൈറ്റ് എന്നാണ് നമ്മൾ ഊഞ്ഞാലിലാടുന്നത്. എന്നാലും രസമായി, ഒരു വേറെ എക്സ്പീരിയൻസ്. ഇതാണ് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡുകളാണ് അവിടെ ഉള്ളത്. ഇതിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് റൈഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൈഡൊക്കെ ചെയ്യാനായിട്ട് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഉള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ റൈഡുകളൊക്കെ ഭയങ്കര സേഫാണ്. നമുക്കിങ്ങനെ ചിലർക്കൊക്കെ പേടിയുണ്ടാവും ഇത് സേഫ് ആണോ എന്നുള്ളത്. അവിടെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒന്നും കൂടി ഇതാണ്, നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതുള്ളത് അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇത് എനിക്ക് നൈറ്റ് ആയതാണ്. പൊതുവേ ഞാൻ കുറേ ഇപ്പോൾ മിനി ഊട്ടിയിലൊക്കെ വന്നിട്ടൊക്കെയാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ നടന്നിട്ടുണ്ട്. ഇത് രാത്രി ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് കുറച്ച് ഒരു പേടി ഉണ്ടായിന്.
പിന്നെ അവിടെ അതേപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഇൻഡോർ ഗെയിംസ് ഒരുപാടുണ്ട്. ഞാനും ആര്യനും ഗാഹിലും ഇക്കിയും ഒക്കെ തകർത്ത്. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് സത്യം പറയാൻ ഞാൻ അവിടേക്ക് പോയത്. പക്ഷേ കുട്ടികളെക്കാട്ടിലും ഞാൻ എൻജോയ് ചെയ്തോന്ന് എനിക്കൊരു സംശയം വെച്ചാൽ നമുക്ക് തന്നെ നമ്മളിങ്ങനെ സൈക്കിളിലൊക്കെ റൈഡ് ചെയ്തോന്ന് നമുക്ക് ഒരുപാട് കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റൈഡുകളിൽ അവിടുത്തെ എല്ലാ റൈഡും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഈ ഒരു ബസ്സിലൊക്കെ വരാമെന്ന് വിചാരിച്ചപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ കാഹിൽ എനിക്ക് എന്തായാലും പോകണം. കാഹിലിന് അന്ന് തന്നെ അവിടുന്ന് പോരാൻ താല്പര്യം ഉണ്ടായില്ല. അവിടുത്തെ എല്ലാവരും ക്ലോസ് ചെയ്ത് പോയിട്ടും അവൻ അവിടുന്ന് പോരാനൊരു താല്പര്യം ഉണ്ടായില്ല. ഈ ഒരു ഗെയിമൊക്കെ ഞങ്ങൾ വാശിയേറിയ പോരാട്ടമായിരുന്നു. പക്ഷേ ഒടുവിൽ എനിക്ക് തോൽക്കേണ്ടി വന്നു. ഞാൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കളിച്ച് തോറ്റു. നമുക്ക് നമ്മൾ കുട്ടികളായി പോകും ഇങ്ങനത്തെ ഓരോ ഗെയിമുകൾ ചെയ്യുമ്പോൾ. ശരിക്കും നമുക്ക് വയനാട് വന്നു കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ഇവിടെ കയറി കഴിഞ്ഞാൽ അത് നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആവും. ഇത് നമ്മൾ ബത്തേരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറയാച്ചാൽ ബത്തേരിയിൽ നിന്നാണല്ലോ നമ്മളിങ്ങോട്ട് വരുന്നത്. അത്യാവശ്യം അങ്ങ് പോരാണ്ട് ബത്തേരിയിൽ നിന്ന് കൽപ്പറ്റയും വൈത്തിരി കഴിഞ്ഞിട്ട് വേണം. ഇത് ശരിക്കും ഇതിൻ്റെ ലക്കിടിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ലോണം പോരാണ്ടതിന്. അപ്പോൾ സൈക്കിൾ എടുത്തിട്ട് പോരാന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഈവനിങ് ആയപ്പോൾ വിചാരിച്ചു എന്തായാലും നമ്മളിങ്ങനെ സൈക്കിൾ എടുത്തിട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ബസ്സിന് വന്നാലും മതി എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ ബസ്സിന് പോരാന്നുള്ളൊരു ഓപ്ഷന് തിരഞ്ഞെടുത്തത്. പിന്നെ ഇതേപോലെ തന്നെ വേറെ ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ തോറ്റ് 67, 63 ചെറിയ വ്യത്യാസമുള്ളൂ. എന്നാലും ഇതേപോലെ ഞാൻ ഫസ്റ്റ് ടൈം എല്ലായിടത്തും കണ്ടിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഗെയിംസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇതേപോലെ അവിടെ ഒരുപാട് റൈഡുകൾ വരുന്നുണ്ട്. ആര്യനൊക്കെ ഗെയിംസിൽ ഇത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത് ഞാൻ സത്യം പറയാച്ചാൽ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെ ഏരിയയിൽ പോകുമ്പോൾ അവനെ കൊണ്ട് പറ്റൂല വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ട് തൊട്ടില്ല പറഞ്ഞ് പോരലാണ്. പക്ഷേ ഇവിടെ അവന് എല്ലാ റൈഡും ഞാൻ വിചാരിച്ചതിലേറെ ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഗെയിം അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗെയിമിൻ്റെ പേരൊന്നും എനിക്ക് സത്യം പറയാച്ചാൽ അറിയില്ല കേട്ടോ. പക്ഷെ നല്ല രസമായിട്ട് കളിച്ച് എല്ലാത്തിലും പൊരുതി തോറ്റിക്കുകയാണ്. എന്നാലും രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര വെറുത്തായി വെച്ചാൽ നമ്മൾ ഒരുപാട് റിലാക്സായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളങ്ങനെ തിരിച്ച് നമ്മൾ ബസ്സിലാണ് പോകുന്നുണ്ടായിരുന്നത്. ബസ്സിൽ എനിക്ക് വയനാട് നിന്നൊരു മോശമായിട്ട് തോന്നി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ വെച്ചിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള ആൾക്കാരാണ്. എന്നാൽ പോലും നമ്മൾ കുട്ടികളുണ്ട് എന്നുള്ളൊരു കൺസിഡറേഷനൊന്നും ആരും തന്നില്ല കേട്ടോ. നമ്മൾ പൊതുവെ നമ്മളിവിടെ അങ്ങനെ തരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഫുഡ് 9 മണി വരെ ഉള്ളതുണ്ടാവും പറഞ്ഞിന്. അപ്പം നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചു പൊറാട്ടയും ചിക്കൻ ചില്ലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇനിയിപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.